Hey guys, what's up? This is Anu James. Welcome back to my channel, Travel Time Stories. കഴിഞ്ഞ 1-2 മാസമായിട്ട് ന്യൂസുകളിൽ നമ്മൾ കേൾക്കുന്ന കാര്യമാണ് തമിഴ്നാട്ടിൽ നിന്ന് ആളുകൾ ഇല്ലീഗലായിട്ട് ഫോറസ്റ്റിൻ്റെ അകത്തോട്ട് കയറി കേരളത്തിലേക്ക് വരുന്നു എന്നത്. ഇല്ലീഗലാണോ എന്ന് ചോദിച്ചാൽ ഉറപ്പ് പറയാൻ പറ്റില്ല. കാരണം ഈ ബോർഡർ ഏരിയ താമസിക്കുന്ന ഞങ്ങളെപ്പോലുള്ള ആൾക്കാർ, എസ്പെഷ്യലി ഉടുമ്പൻചോല, ശാന്തമ്പാറ, നെടുങ്കണ്ടം ഈ റീജിയനിലുള്ള ആൾക്കാർ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു വഴിയാണ്. സ്പെഷ്യലി പ്രളയത്തിൻ്റെ സമയത്ത് അരി വാങ്ങാൻ പോകാൻ വേണ്ടിയിട്ടാണ് ഈ റൂട്ട് യൂസ് ചെയ്തത്. മുല്ലപ്പെരിയാർ ഇഷ്യൂസ് ഉണ്ടായപ്പോൾ കുറേ പേര് നമ്മൾ ഉപദ്രവിക്കാൻ വേണ്ടി താഴേന്ന് കയറി വന്നു. പ്രളയത്തിൻ്റെ സമയത്ത് നമ്മൾ അരി മേടിക്കാൻ വേണ്ടി അങ്ങോട്ട് ഇറങ്ങിപ്പോയി. ഇതിന് ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് ജനങ്ങൾ കഞ്ചാവ് ചുമന്ന് ഇറക്കിക്കൊണ്ടിരുന്ന റൂട്ട്, ഏലക്ക ടാക്സ് വെട്ടിച്ച് നടന്നിറങ്ങിപ്പോയിരുന്ന റൂട്ടുകളാണിത്. അപ്പം ഈ റൂട്ടിൽ എന്ന് പറഞ്ഞാൽ ഒരു നല്ലൊരു ലൊക്കേഷനാണ് ഗൈസ്. ട്രക്കിങ്ങിന് പറ്റിയൊരു ലൊക്കേഷനാണ്. ഒരുപാട് വൈൽഡ് ലൈഫ് ഉണ്ട്, നാച്ചുറൽ ബ്യൂട്ടിയാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസം ഈ റൂട്ട് റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങിയപ്പോഴത്തേക്കും എൻ്റെ ഫ്രണ്ട് ഡോക്ടർ സാൻഡിയും അദ്ദേഹത്തിൻ്റെ ബ്രദറും ജോയിൻ ചെയ്യണമെന്ന് പറഞ്ഞു. പിന്നെ രാഹുലിനോട് കൂടി. അപ്പോൾ ഞങ്ങൾ 4 പേരോട് കൂടി ഒരു ബ്യൂട്ടിഫുൾ ട്രക്ക് നടത്തി ചതുരംഗപ്പാറ തൊട്ട് തേവാരം എന്ന് പറയുന്ന തമിഴ്നാട്ടിലെ ഒരു ചെറിയ സിറ്റി വരെ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വ്ളോഗ് ഈ ബ്യൂട്ടിഫുൾ വീഡിയോ ആണ്. സോ ലെറ്റ്സ് ബിഗിൻ നൗ. വലിയ വ്ളോഗറാണ്. ഒന്നെങ്കിൽ ലാപ്പിൽ ചാർജ് കാണുക, അല്ലെങ്കിൽ ക്യാമറ ബൈനാക്കുലർ. നമ്മൾ കാശുള്ളവരല്ല, അതുകൊണ്ടല്ല നമ്മൾ ടീമായിട്ട് വന്നേ. ഈ 5 പേർക്കുള്ളിൽ വാക്കത്തി പിടിക്കാം. ചതുരംഗപ്പാറ ഇറങ്ങാൻ വന്ന ടൂൾസ് ഒന്നുമില്ല, ഗിയേഴ്സ് ഒന്നുമില്ല അവിടെ ഇറങ്ങാൻ വന്നത്. താഴോട്ട് ഇറങ്ങണമെങ്കിൽ അറ്റ്ലീസ്റ്റ് വാക്കത്തി കൊണ്ട് കൈ വേണമെന്ന് കാട്ടിൽ നിന്ന് കിട്ടിയ പേരൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ട്. കാടാട്ടോ. ഈ ഫോറസ്റ്റ് മൊത്തം വനമാണ്. രാഹുൽ ഫോറസ്റ്റിനെ വെട്ടിത്തെളിച്ച് ഇറങ്ങി പോയിക്കൊണ്ടിരിക്കണേ. അത്യാവശ്യം ടൈറ്റായി വരുന്നുണ്ട്. നല്ല രസമുണ്ട്, അടിപൊളിയാണ്. അവൻ പബ്ലിക്കായിട്ട് മുള്ളാണ്. ഇത് ഞാൻ കാണിക്കും, നാട്ടുകാരെ മുഴുവൻ കാണിക്കും. മുള്ളലല്ല, വെള്ളച്ചാട്ടമാണ്. Guys, we have a waterfall here. Look at this waterfall. അതാണ് ഈട്ടി എന്ന് പറയും. ഈട്ടിയാണോ? ഓ, ഈട്ടി. അറിയില്ലേ? ഈട്ടി ആണോ? എന്ത് ഈട്ടി കണ്ടിട്ടില്ല? നിൽക്കോടാ. ഓ എടാ വെട്ടിക്കൊണ്ട് പോയാലോ? അല്ല, ഇത് ശരിക്കും നല്ല പ്രായമുണ്ട് ഈ ഈട്ടി മരത്തിന്. പക്ഷെ സംഭവം എന്താന്ന് വെച്ചാൽ അവന് വേണ്ട ഇൻഗ്രീഡിയൻസ് ഒന്നും കിട്ടാനില്ലാത്തതുകൊണ്ട് അവന് ബോൺസായി ആയിട്ട് നിൽക്കണം. പക്ഷെ വെട്ടുവാണ്, നല്ല കാതിലാണ് അതിൻ്റെ ഉള്ളിൽ. നല്ല കാതലുള്ള പ്രായമുള്ള ഈട്ടിയാ നിൽക്കണമെന്നാ പറഞ്ഞത്. രാഹുൽ എന്റെ ചോട്ടി വാക്കിത്തേക്ക് ഒരു ഫോട്ടോ എടുത്തടാ. ഒരു ഭയങ്കര ശല്യമാണ്. അതിന് തൊട്ടപ്പുറം നിങ്ങളെ മരം ഇഞ്ചല്ലടാ. റെസ്റ്റ് കൊടുക്കാം. അത് ഇഞ്ചല്ലടാ, അത് ഇഞ്ചല്ലേ? ഇഞ്ചൊക്കെ കണ്ടാൽ മനസ്സിലാൻ തുടങ്ങിയില്ല. ഇംഗ്ലീഷാ, ടച്ച് മീ നോട്ട്. ഇറങ്ങി നമ്മള് ഈ പോളിടെക്നിക്കിൽ പഠിച്ച പഴയ കാലമായിരുന്നു. ഈട്ടിയെടുത്ത് കൈ പിടിച്ചോണ്ട് പോകായിരുന്നു. രാഹുൽ വാക്കത്തിയൊക്കെ ആയിട്ട് ചോട്ടി നിൽപ്പുണ്ട്. ഇപ്പൊ വെട്ടിയാൽ ഉറപ്പായിട്ട് ഉള്ളിൽ പോകുന്നത് കാണാം. ഈട്ടി എന്ന് പറഞ്ഞാൽ ഇടുക്കിയിൽ ഫോറസ്റ്റുകാർ ഏറ്റവും അധികം പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു ട്രീ ആണ്. എക്സ്പെൻസീവ് ആണ്, അറ്റ് ദ സെയിം ടൈം
നല്ലൊരു ഫർണിച്ചർ ടിമ്പർ കൂടിയാണ് ഫർണിച്ചർ ഉണ്ടാക്കാൻ. നമ്മൾ തമിഴ്നാട്ടോട്ട് ഇറങ്ങാൻ നിന്നിട്ട് ഒരു 100 മീറ്റർ ആയിട്ടുള്ളൂ. സ്റ്റീപ്പ് ഇളക്കം ഒരു 45 ഡിഗ്രി ആംഗിളിൽ, മോർ ദാൻ മേ ബി സംടൈംസ് ഇറ്റ് ഈസ് മോർ ദാൻ 45 ഡിഗ്രി ആംഗിൾ. ഇറക്കത്തിൽ ഇങ്ങോട്ട് വന്നപ്പോൾ ഉണ്ടായ മെയിൻ ഒരു ചേഞ്ച് എന്ന് പറഞ്ഞാൽ, ഒന്ന് തമിഴ്നാട് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് തമിഴ്നാട് കാണുന്നുണ്ടെങ്കിൽ ആ സൈഡിലൊരു മൗണ്ടൻ ഉണ്ട്, അതിൻ്റെ മുകളിൽ കൂടി മേഘങ്ങൾ പറന്നുകൊണ്ട് മെയിൻ ചേഞ്ച് ക്ലൈമറ്റ് ചേഞ്ച് ചെയ്തു. നമുക്കവിടെ മൺസൂണാണ്, അപ്പുറത്ത് ഇപ്പോഴും മഴ പെയ്തിരിക്കുക, നമ്മുടെ കേരളത്തിലും ഇപ്പോഴും മഴ പെയ്തിരിക്കുക. ഇവിടെ വന്നപ്പോൾ ഇതൊരു സമ്മർ ഫീലായി. മഴയില്ല, ഒന്നുമില്ല, ചൂടുണ്ട്. തമിഴ്നാട്ടിൽ ചെറിയ ചൂടും തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇവിടുന്ന് ഒരു 4 മണിക്കൂർ താഴെ, 2 മണിക്കൂർ താഴേക്ക് ട്രക്ക് ചെയ്താൽ തേവാരെത്തി. തേവാരത്ത് നിന്ന് 1 മണിക്കൂർ നടന്നാൽ ബസ് കയറാനുള്ള സ്ഥലത്ത്, അവിടുന്ന് ബസ് കയറി പൂപ്പാൽ കയറിയാൽ രാഹുലേ, എൻ്റെ ബാഗുള്ളിലല്ലേ? ആ, ഇത്രേ ഉള്ളൂ. നല്ല മഴ, മഴ പോയി. പ്ലാസ്റ്റിക് ഇട്ട് കഴിഞ്ഞപ്പോൾ മഴ ഗോവിന്ദ. അവർ പറഞ്ഞ നേരാ, അപ്പുറത്ത് മൺസൂണിൻ്റെ വാങ്ങൽ ഇടക്കിടക്ക് ഇങ്ങനെ ചെറുതായിട്ട് ചാറ്റി ഒഴുക്കി. അല്ലാതെ ഇവിടെ മഴ പെയ്യലൊന്നുമില്ല. മഴ പെയ്താലും എനിക്ക് ഫുഡുണ്ടാ, ഫുഡേ അങ്ങ് ഡൽഹിയിലുണ്ടാ പിടി. നമ്മുടെ സാൻഡോ ഇവിടെ ഒരു മരം കണ്ടു കഴിഞ്ഞപ്പോൾ പുള്ളിക്ക് ആ മരത്തെ കയറാണ്ട് വരാൻ പറ്റില്ല. റെക്കോർഡ് ചെയ്യാം. ഞാനാണ്ട് പഴയ കാലത്ത് പെണ്ണുങ്ങളെ പാവാടി എടുത്തുപോലെ പ്ലാസ്റ്റിക് ഇട്ടേക്കണേ, മരത്തെ കയറാൻ പൊക്കി പിടിച്ചോട്ട് കയറുന്ന അവസ്ഥയാണ്. പാമ്പൊന്നും കാണിയല്ലോ അല്ലേ? ഏയ്, ധൈര്യമായിട്ട് കളിക്കും. പാമ്പുണ്ടെങ്കിൽ ഞങ്ങൾ ഇവിടെ ഇട്ടിട്ട് പോകണം. വലിയ പാമ്പ് നമ്മള് അബീനെ വിളിക്കും പാമ്പ് കടിച്ചാൽ. പിന്നെ താഴത്തില്ലുമ്പോൾ നീ മരിക്കും. നീ അങ്ങോട്ട് വരാനൊരു, ഞാൻ അത്ര അഡ്വഞ്ചറസ് ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. മതി ഒരു അടിപൊളി മരമാണ്. എനിക്ക് ഏറ്റവും മരത്തിൽ പേടിയുള്ള സാധനം തന്നെ അറിയോ? പാമ്പ്. ചില സമയത്ത് ഈ ഇലകളിൽ പാമ്പ് കിടക്കും. പാമ്പ് കാട്ടിലെ മരമായോണ്ട് എവിടുന്ന് ചാടി ഒന്നും തലക്കെട്ട് കൊത്തുന്ന് പറയാൻ പറ്റില്ല. കാലിലൊക്കെ കൊത്തി കെട്ടി വെക്കുക, തല കൊത്തിയ കഴുത്ത് കെട്ടി വെക്കേണ്ടത്. 2 രീതിയിൽ ചാകുന്നുള്ള കാര്യം ഉറപ്പാണ്. എങ്ങനെയുണ്ട്? മറ്റവന്മാര് കഞ്ചാവായിട്ടുള്ള വിളിയാന്ന് കയറി കയറി വരും. അങ്ങനെ ഏകദേശം 1 കിലോമീറ്റർ നമ്മൾ നടന്നു കഴിഞ്ഞിട്ട് ഒരു 10% നമ്മൾ നടന്ന് താഴേക്ക് എത്തി. ഒരു അടിപൊളി വ്യൂ ഉണ്ട്. നമുക്ക് എല്ലാവർക്കും ചന്ദ്രികപ്പാറ കാണാൻ പറ്റുന്ന ഒരു വ്യൂ ആണ്. ബട്ട് നമ്മളിത് ക്ലോസർ ആകും തോറും ദ ബ്യൂട്ടി ഈസ് അമേസിങ്. അപ്പോൾ ഒരു രക്ഷയില്ലടാ, അടിപൊളിയാണ് സ്ഥലം. അപ്പോൾ നമുക്ക് ഇനി ഇവിടുന്ന് പതിയെ നടന്ന് വെച്ച് ഇപ്പം ശരിക്കും പറഞ്ഞാൽ ഇതൊരു സൈക്കിൾ ട്രയൽ ആണെന്ന് തോന്നുന്നു കേട്ടോ. നല്ല അടിപൊളി ടെറൈൻ, സ്ട്രെയിറ്റ് ആണ്. ബട്ട് അഡ്വഞ്ചറസ് ആയിട്ടുള്ള സൈക്ലിസ്റ്റ് ക്യാൻ യൂസ് ദിസ് റോഡ്. അപ്പോൾ നമുക്ക് അടുത്ത പ്രാവശ്യം വരുമ്പോൾ ചിലപ്പോൾ നമുക്ക് ഇത് സൈക്കിളും കൊണ്ട് വരാൻ പറ്റും. അപ്പം സൈക്കിളും കൊണ്ട് വന്നിട്ട് നമുക്ക് നേരെ ഈ റൂട്ട് റൈഡ് ചെയ്യാം. നമ്മള് കുളിക്കാൻ ഉപയോഗിക്കുന്ന സാധനം ഇഞ്ച. ഇതാണ് ഇഞ്ച. ഇഞ്ചന് നല്ല മുള്ളാട്ടോ, നല്ല ബ്യൂട്ടിഫുൾ ഫ്ലവറാ. പക്ഷെ അതിനുള്ള മണമുണ്ട്, നല്ല മണമുണ്ട്. ഇനി അടുത്ത് ഒന്നിച്ചു പോണേ. ആനച്ചൂരുണ്ടെന്ന് പറയുന്നുണ്ട്. ഇനി സെപ്പറേറ്റ് അറിയാലോ, ആനങ്ങനെ ഓടിച്ച ആന ഓടിച്ചാൽ ഇസഡ് അടിച്ച് ഓടണം, എസ് അടിച്ച് ഓടണം. എടാ ഇന്ന് പിടിക്കാവോ? ഞാൻ എൻ്റെ പാവാട ഒന്ന് ഊരിയിട്ടേ, കാരണം പാവാട ഇട്ടുണ്ട് ഓട്ടം നടക്കൂല. പാവാട ഊരിയില്ല ചിലപ്പോഴേ, പാവാട ഇട്ടുണ്ട് ഓടല്ലേ കേട്ടോ. ഊരില്ല ചിലപ്പോൾ ഞാൻ ആനയ്ക്ക് പണി കൊടുക്കും. അതായത് ആന ഓടിക്കുവാണെങ്കിൽ വഴിയെങ്ങാനും ഒരു ഇത് കിട്ടുന്നില്ലെങ്കിൽ ഒരു ഐഡിയ വെച്ചങ്ങ് ഓടിക്കണം. ഒന്നെങ്കിൽ ലൈൻ കമ്പി ഇല്ലേ, ലൈൻ കമ്പി നമ്മൾ നോക്കണം. ലൈൻ കമ്പി നോക്കി ഓടിയാൽ മേളിലെത്താം. മേളിലേക്ക് ഓടിയാൽ മതി. താഴത്തേക്ക് ഓടിയാൽ മതി. എന്നറിയോ, താഴത്തേക്ക് ഓടി വേറൊന്നുമല്ല, മുകളിലേക്ക് ഓടി എത്തൂല. ആന അതിൽ സ്പീഡിൽ ഓടും. താഴത്തേക്ക് ഓടണം ആന ഉണ്ടെങ്കിൽ. ആനയുടെ താഴത്തേക്ക് അവന് ഇറക്കം ഹാൻഡിൽ ചെയ്യാൻ ഇച്ചിരി വിഷമം. അവൻ ഇരുന്നിട്ട് കുണ്ടി കുത്തി കുണ്ടി കുത്തി ഊർന്ന് പോരും. പക്ഷെ സേഫ് താഴത്തേക്കാണ് നമുക്ക്, കാരണം നമുക്ക് സ്പീഡ് കിട്ടും. നല്ല ചൂടുണ്ട്.
ഒരു പണി അതിനവർ പറയണത് പേടിച്ച് ആനക്ക് നമ്മുടെ മണം കിട്ടും. ആ പിന്നെ അവനിപ്പോൾ തൊട്ടടുത്തുള്ള അവൻ അനങ്ങൂല. ഇവിടെ അടുത്ത് എവിടെയോ ഉണ്ട്, കാരണം നല്ല മണം അങ്ങോട്ട് അടിച്ചു കയറിയത്, കാറ്റിൻ്റെ ചെരുവിൻ്റെ ഉണ്ടാവും. ആനയ്ക്ക് നമ്മുടെ ഗുണവും കിട്ടും. പെണ്ണുമ്പിള്ള പറയായിരുന്നു എനിക്കുള്ളിടത്ത് വരുമ്പോൾ ഒന്ന് വിളിച്ച് പറയണം ജീവനോടെ ഉണ്ടെന്ന്. So it's risky. It's high risk. It's not that easy as you think. പാറപ്പുറത്ത് കയറി ഒന്ന് വട്ടം നോക്കിയാൽ ഞാൻ നോക്കിയായിരുന്നു കുഴപ്പമില്ല. There's nothing so far. We are looking downwards, and it is strong smell of the elephant dung. ശരിക്കും നമ്മുടെ ഫോറസ്റ്റിനെ പിടിച്ചു നിർത്തുന്നത് കാട്ടുതീ എന്ന് പറയുന്ന സാധനമാണ്. ഏപ്രിൽ മെയ് മാസങ്ങളിൽ വരുന്ന കാട്ടുതീയാണ് ഈ ഏരിയയിൽ ശരിക്കും ഒരു ഫെർട്ടിലൈസ് ലാൻഡാക്കി മാറ്റുന്നത്. ഇവിടുത്തെ മരങ്ങളെല്ലാം ശ്രദ്ധിച്ചാൽ കാണാം, ഇത് ഒരുപാട് വലുതൊന്നുമില്ല, ഒരു ബോൺസായി പോലെ ഒരു 100 മീറ്റർ താഴെ ഹൈറ്റുള്ള മരങ്ങളാണ് ഇവിടെ നിൽക്കുന്നത്. കാരണം വേറൊന്നുമല്ല, എല്ലാ വർഷവും ഏപ്രിൽ മെയ് മാസങ്ങളിൽ കാട്ടുതീ പടരും. കാട്ടുതീ പടർന്നു കഴിയുമ്പോൾ ഇവിടെയുള്ള എല്ലാ മരങ്ങളും പുല്ലുകളും പക്ഷികളും മൃഗങ്ങളെല്ലാം ചത്തൊടുങ്ങും. ചത്തൊടുങ്ങിങ്ങനെ കുറേയൊക്കെ സർവൈവ് ചെയ്യും. കുറേയൊക്കെ ഈ റീജിയൻ വിട്ട് അടുത്ത റീജിയനിലേക്ക് പോയിട്ട് സമ്മറെല്ലാം കഴിഞ്ഞ് മൺസൂൺ സ്റ്റാർട്ട് ജൂൺ ജൂലൈ ഓഗസ്റ്റ് മാസമൊക്കെ ആകുമ്പോഴത്തേക്കും വീണ്ടും ഇതെല്ലാം സ്പ്രൗട്ട് ചെയ്യുന്ന സമയത്ത് അവതകളെല്ലാം തിരിച്ചു വന്നിട്ട് ഇവിടെ വീണ്ടും സെറ്റിലാവും. അതാണ് ശരിക്കും ഈ നേച്ചറിനെ പിടിച്ചു നിർത്തുന്നത്. അതല്ലെങ്കിൽ എന്താ സംഭവിക്കണമെന്ന് വെച്ചാൽ മറ്റു രാജ്യങ്ങളിൽ സംഭവിക്കണ പോലെ തന്നെ, അതായത് ഓസ്ട്രേലിയയിലും ഇംഗ്ലണ്ടിലെല്ലാം സംഭവിക്കണ പോലെ തന്നെ ഒരുപാട് റാബിറ്റ്സ് ഉള്ള ഏരിയ മൊത്തം റാബിറ്റ്സ്, ഡക്സ് ഉള്ള ഏരിയ മൊത്തം ഡക്സ്, അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകും. പക്ഷേ നമ്മുടെ ഇന്ത്യയിൽ ഏത് ടൈഗർ റിസർവ്സോ അല്ലെങ്കിൽ ഡിഫോറസ്റ്റഡ് ഏരിയയോ ഫോറസ്റ്റ് എടുത്ത് നമുക്ക് കാണാം, എല്ലാ ഫോറസ്റ്റും സ്റ്റേബിളാണ്. അതായത് ആവശ്യമായ വന്യജീവികളെല്ലാം ഉണ്ട്, പക്ഷേ ഓവറായിട്ട് ഒരു ഐറ്റംസും ഇല്ല. ഡൊമസ്റ്റിക്കേറ്റഡ് ആനിമൽ വെച്ച് നോക്കിയാലും നമുക്ക് കാണാം ഫോറസ്റ്റ് ആനിമൽ ഓൾമോസ്റ്റ് ഈക്വൽ ആണ്. അത് ശരിക്കും പറഞ്ഞാൽ ഒരു എന്നാ പറഞ്ഞ ഒരു റീസൈക്ലിംഗ് സിസ്റ്റമാണ് എല്ലാ വർഷവും സമ്മറിൽ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതെന്നാണെന്നറിയോ? ശതാവേരി കാഴ്ച നിൽക്കണോ? ഇതാണ് ശതാവേരി കാഴ്ച അല്ലടാ. ഇതിനടി കിഴങ്ങുണ്ടോടാ? നമുക്ക് നോക്കാം. ചുമ്മാ ചതവേരില്ല, ഓർഗാനിക് ചതവേരി. ശതാവേരി ഓർഗാനിക് കാട്ടിക്കറിയാൻ സാധനപ്പുറത്ത് പണി കിട്ടും. ചതവേരി ശരിക്കും ആൾക്കാർ പക്ഷേ അങ്ങനെ കിട്ടത്തില്ല ഈ സാധനം. ശരിക്കും പർപ്പസ് അല്ല ശരിക്കും. ഇത് ഏറ്റവും സെറ്റപ്പ് എന്നാന്നറിയാം, ഇതുകൊണ്ട് കേട്ടോ അച്ചാർ ടേസ്റ്റ് ആണ്. ആണോ? ഇട്ടുണ്ടോ? ഞാൻ ഇട്ടിട്ടുണ്ട്. 5-6 വർഷം വെള്ളമടിച്ചത് മെഡിയും ഇട്ടു കടയിൽ. അടിപൊളി. ആൻഡ് ദാറ്റ്സ് എ ലോട്ട് ഓഫ് എനർജി. കൊടു ക്യാമറമാനും കൂടെ. അങ്ങനെ അവിടെ ലഞ്ചും കഴിഞ്ഞല്ലേ? ഇപ്പൊ ലഞ്ചാ കുമാരി. വെള്ളം പോലും എടുക്കാണ്ട് എന്നെ കൂടി ഒഴിക്കുന്നത്. ഇടിക്കാരങ്ങനെ കാട്ടിൽ പോകുമ്പോൾ വെള്ളമൊന്നും കൊണ്ടുപോകാൻ. കാട്ടിൽ നിന്ന് വെള്ളം കണ്ടെത്തുക, ഇതേപോലെ ഫുഡ് കണ്ടെത്തുക. ഫുഡ് ആക്ച്വലി ഫുഡ്. ദിസ് ഈസ് റിയൽ ഫുഡ്, നാച്ചുറൽ. As Sando says, it's organic. And the only fertilizer it is taking is elephant dung. Oh, super. It tastes very well. And I am going to dream today, a good dream. Maybe. Elephant dung. ചൈനയിൽ ശതാവരിയുടെ റൂട്ട് വെക്കും ഇവര്. ഞാനൊരു പോസ്റ്റർ കണ്ടതാ, ഡ്രീം അഷ്വേർഡ് എന്ന് പറഞ്ഞിട്ട്. ശതാവരി കിടങ്ങ് തിന്നിട്ട് കിടന്നാൽ രാത്രി നല്ല സ്വപ്നം, ഒരു ഗുഡ് ഡ്രീം. Really? വീട്ടിലേക്ക് ഒരു 5-6 വേണം. He is excavating the asparagus. Asparagus roots are delicious and they will give us a lot of energy. I have seen a post from China. Some Chinese guys, some people from China selling this asparagus roots and offering it. That's the root. That's the root. കിഴങ്ങായി വരുന്നുള്ളൂ. That's the rhizome of this asparagus. And the people who were selling this asparagus roots were offering a dream, a seed dream in the night. It's some neuroactivities, some neuroactive drug actually, and it is capable of producing dreams. ശതാവരിയുടെ വേറെ നല്ല ന്യൂറോ ആക്റ്റീവാണ്, എന്തോ ന്യൂറോ ആക്ടിവിറ്റി ഒക്കെ ഉണ്ട്, സൈക്കോ മീൻസ് ന്യൂറോ ആക്ടിവിറ്റി ഒക്കെ ഉണ്ട്. അപ്പോൾ ഒരു ചൈനീസ് പോസ്റ്റർ ഞാൻ കണ്ടിട്ടുണ്ട്, കുറച്ച് ചൈനക്കാർ ശതാവരിയുടെ കിഴങ്ങ് വിൽക്കുക. ആൻഡ് ദേ ആർ ഓഫറിങ്, അവരൊരു നല്ല ഡ്രീമാണ്, നല്ലൊരു സ്വപ്നമാണ് രാത്രിയിൽ ഓഫർ ചെയ്യുന്നത്. ശതാവരി കിഴങ്ങ് കഴിക്കൂ, സ്വപ്നം കാണുമെന്നാണ്.
Wow. That's a root. Tidin tidin. You'll eat it. ശതാവരി കിഴങ്ങ് ഇങ്ങനെ പൊളിച്ചിങ്ങെടുക്കുക. എന്നിട്ട് അങ്ങ് തിന്നുക. മധുരമോ നല്ല ടോപ്പോ നിനക്കുള്ളത് പൊളിക്കുമോ? ഇത് കൊള്ളായിരുന്നു കേട്ടോ. കുഞ്ഞുങ്ങൾ എന്താ നല്ല സെറ്റപ്പുള്ള കഴിക്കാൻ. വളരെ ഇതെത്ര പോലെ ഇത് നമുക്ക് നട്ടു വരാൻ അടുത്ത വർഷത്തേക്ക് വരുമ്പോൾ സെറ്റപ്പ് ആയാൽ. നീ അവിടെ ഇഷ്ടം പോലെ ഉണ്ടോ? ആ പറമ്പിൽ കൂടെയൊക്കെ ഇഷ്ടം പോലെ ശ്രദ്ധിക്കാത്തതാണോ? ഞാൻ കണ്ടില്ല ഇതുവരെ സാധനം. തൈ കൊണ്ടായാലോ? തൈ കൊണ്ടുപോകണോ? വേണ്ട, നമുക്ക് ആവശ്യമുള്ള ഇത്ര അടുത്തല്ല, നമുക്ക് വന്ന് പഠിക്കാനുള്ള ദൂരമല്ലേ ഉള്ളൂ. ഇടയ്ക്കിടയ്ക്ക് കിലോമീറ്റർ. ഇടയ്ക്കിടയ്ക്ക് തമിഴ്നാട്ടിൽ ഇറങ്ങുന്ന കാര്യം പറഞ്ഞേ. എന്നാ നിനക്കുള്ള കിഴങ്ങ്. ചെളി ഒഴിച്ചില്ല, ഓർഗാനിക് അല്ലേ? അതെ. ആനപ്പിണ്ടം മാത്രം വളമായിട്ടുണ്ടാവും. ഈ വഴിയിലെ വഴി വെച്ചുണ്ടാക്കിയ വഴി കണ്ടറിയാം. തലയിൽ ചുമടുമായിട്ട് പോകുമ്പോഴേക്ക് രണ്ട് സൈഡിലും വേണമെങ്കിൽ കൈകുത്തി മുകളിലോട്ട് തള്ളി പോകാവുന്ന വിധത്തിലാണ് വഴി ഉണ്ടാക്കിയേക്കണേ. വാ താഴോട്ടോ. ഇനിയൊരു 1.5 കിലോമീറ്റർ വിട്ടേണ്ടതാ പറഞ്ഞേ. വഴിയൊക്കെ നല്ല സെറ്റപ്പാണ്. ഇറങ്ങി പോകാനുള്ള ഓരോ സ്റ്റെപ്പും കൃത്യമായിട്ട് ഉണ്ടാക്കി വെച്ചേക്കുന്നതാണ്. വലിയ സ്ട്രഗിൾസും ട്രക്കിംഗ് ഒന്നുമല്ല, അടിച്ച് പൊളിച്ചിറങ്ങി പോകാൻ. കുന്നിക്കുരുവിൻ്റെ മരം കണ്ടുപിടിച്ചു. എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാട്ടോ ഞാൻ ഈ മരം കാണുന്നത്. കുന്നിക്കുരു എന്നാണ് ഇത് അറിയപ്പെടുന്നത്. കാട്ടിൻ്റെ ഉള്ളിൽ നിന്നാണ് കണ്ടേ. രാഹുൽ പറയണേ സ്വർണ്ണം വിളക്കാൻ ഉപയോഗിക്കുന്നു. എന്നാടാ പറഞ്ഞേ? സ്വർണ്ണം വിളക്കാൻ ജോയിന്റ് ചെയ്യില്ലേ, ഗോൾഡ് ജോയിന്റ് ചെയ്യുമ്പോൾ ഈ കുന്നിക്കുരുവിന്റെ പേസ്റ്റ്. കാര്യം മനസ്സിലായോ? ഇത് കുന്നിക്കുരുവിന്റെ മരമല്ല ഇതൊരു റോസറി പീ. റോസറി പീ എന്നാണ് ഇത് ഇംഗ്ലീഷ് അറിയപ്പെടുന്നത്. പക്ഷെ ഇത് കുന്നിക്കുരു ഉണ്ടാകുന്നത് ഈ മരത്തേലല്ല. ഇതൊക്കെ ഒരു ക്രീപ്പർ കയറി കിടക്കണുണ്ടോ വള്ളി, ആ വള്ളിയിലാണ് ഈ സാധനം ഉണ്ടാകണേ. പക്ഷെ എന്നാ ബ്യൂട്ടി ഒന്ന് നോക്കി, ബ്ലാക്ക് ആൻഡ് റെഡ്. ഹു ക്രിയേറ്റഡ് ദിസ്? ഈ ഏരിയ കേട്ടോ പാമ്പന്മാരാന്ന് അറിയപ്പെടുന്നത്. അതല്ല, കൂടുതൽ പാമ്പുകളൊക്കെ ഉള്ള ഒരു ഏരിയ ആണിത്. പച്ചിലപ്പാമ്പല്ല, എല്ലാം ഉണ്ട്. പച്ചിലപ്പാമ്പിനുണ്ട്, മൂർഖനുണ്ട്. ഞാനിവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഒരു വെറൈറ്റി പാമ്പിനെ കണ്ടിട്ടുണ്ട്. 2 തലയുള്ള ഒരു പാമ്പ്. അവിടെ ഒരു പാറപ്പുറത്ത്, ഇത് പാറയെന്ന് പറയത്തില്ല, അവിടെ ഒരു പാറപ്പുറത്ത് 2 തലയുള്ള പാമ്പൊക്കെ ഉണ്ടാവും. അടിച്ച് ഓഫായ 2 പാമ്പാണ്. നമ്മുടെ നാട്ടിലുള്ളതിനൊക്കെ കൂടുതൽ പാമ്പാണ്. നമ്മുടെ നാട്ടിലുള്ള പാമ്പിന് വിഷമില്ലല്ലോ, ഇത് വിഷമുണ്ടെന്നാണ് പറയണത്. ഈ ചൂട് ക്ലൈമറ്റ് കൂടുന്തോറും ഈ പാമ്പിന്റെ വിഷം കൂടുമെന്ന് പറയുന്നത്. ഇതിപ്പോ ഈ മഴ ആയതുകൊണ്ടല്ലോ നമുക്കത് ഫീൽ ചെയ്യാത്ത. വെറുതെ ഇടുക്കിയിലെ പാമ്പുകൾക്ക് ഒട്ടും വിഷമില്ലാത്തല്ലേ? ഹൈ ആൾട്ടിറ്റ്യൂഡിലുള്ള പാമ്പുകളല്ലേ? മര്യാദയ്ക്കൊന്നും ഇവരുടെ ഈ വൈക്കത്തുള്ള പാമ്പിനൊക്കെ ഭയങ്കര വിഷമം. പക്ഷെ വൈക്കത്തൊടുക്കത്തെ വിഷമാണ്. വൈക്കത്ത് നല്ല ക്യൂ ആണ്. അല്ല, വൈക്കത്തെ കുറച്ച് പാമ്പുകളെ രാജക്കാട് വിവരേജിന് മുമ്പിൽ നിൽക്കാറുണ്ട്. അന്നേരം കാണാൻ ഭയങ്കര വിഷമാണ്. വള്ളി പിടിച്ചേമാരുണ്ടല്ലോ, വള്ളി പിടിച്ചാണ്. നമ്മൾ ഏകദേശം ട്രിപ്പിന്റെ അവസാന ഘട്ടത്തിൽ എത്തുക. ഈ ഇറക്കം താഴോട്ട് ഇറങ്ങി കഴിഞ്ഞാൽ ആ കുന്ന് കാണാമോ? ആ മലകൂടി കയറി ഇറങ്ങി കഴിഞ്ഞാൽ തമിഴ്നാട്ടിലെ ദേവാലയത്തിന്റെ നമ്മൾ ഓൾറെഡി തമിഴ്നാടാണ്. തമിഴ്നാട്ടിൽ ഫ്ലാറ്റായിട്ടുള്ള ട്രക്കിങ് കഴിഞ്ഞു. ഇനി അപ്പുറത്തേക്കൊന്നുമില്ല. ഗൈസ്, നമ്മളിപ്പോൾ പാമ്പംപാറ കടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. പാമ്പംപാറ എന്ന് പറഞ്ഞ സ്ഥലം എന്ന് വെച്ചാൽ തമിഴ്നാട് അടുക്കും തോറും ടെമ്പറേച്ചർ കൂടി വരും. ശരിക്കും ഒരു ഹോട്ട് ടെമ്പറേച്ചറാണ് ഇൻ ദിസ് ഏരിയ. പക്ഷേ ഇപ്പോൾ മഴയുള്ളതുകൊണ്ടാന്ന് തോന്നുന്നു പാമ്പെല്ലാം മാളത്തിൽ കയറി. അതുകൊണ്ട് നമ്മൾ രക്ഷപ്പെട്ടു. അപ്പം ഈ പാമ്പംപാറയുടെ പ്രത്യേകത എന്താ വെച്ചാൽ മഴയൊക്കെ പെയ്ത് കഴിയുമ്പോഴത്തേക്കും ഇവിടെ ഒരു മഞ്ഞപ്പാമ്പ് എന്ന് പറഞ്ഞ സാധനമുണ്ട്. അത് ഈ പാറയുടെ പുറത്തൂടെ എല്ലാം ഇങ്ങനെ ഒഴുകി വരും. മഞ്ഞപ്പാമ്പുണ്ട്, പിന്നെ ചെറിയ ഒരുപാട് സ്നേക്സ് ഉള്ള റീജിയനാണ്. കാരണം ഈ ടെമ്പറേച്ചർ കാരണം ഈ കല്ലിനിടയ്ക്കൂടെയാണ് അത് ശരിക്കും പറഞ്ഞാൽ സർവൈവ് ചെയ്യണത്. അപ്പം ഭാഗ്യത്തിന് ഇതുവരെ പാമ്പിനെ ഒന്നും കണ്ടില്ല. പക്ഷേ കഴിഞ്ഞ പ്രാവശ്യം രാഹുലിൻ്റെ വരവിന് രാഹുൽ 2 തലയുള്ളൊരു പാമ്പിനെ കണ്ടു എന്ന് പറയണം. വിശ്വസിച്ചു. വിശ്വസിക്കാണ്ടിരിക്കാൻ വഴിയില്ല. കൊണ്ടുവന്ന് തന്നെ അതിനു വേണ്ടിയിട്ടല്ലേ. പിന്നെ ഇപ്പൊ കൊടുത്ത് വേറെ 2-3 പാമ്പുകളുണ്ട്. അത്ര വലിയ ഡേഞ്ചർ ഒന്നും അല്ല.
Here, Saj. Hey! We did it! Yeah. അങ്ങനെ തകർത്ത് പൊളിച്ച് രാവിലെ എത്ര മണിക്ക്? ഞാൻ ഇന്ന് 4 മണിക്ക് എണീറ്റത്. അല്ല എന്നെ 7 മണിക്ക് ഡ്രസ്സും മാറി ഞാൻ റോട്ടിൽ ഇറങ്ങിയേക്കണേ. അത് ഞാൻ പറഞ്ഞില്ലായിരുന്നു. ഓക്കെ, ഞാൻ 4 മണിക്ക് എണീറ്റ് ഇയാളെ കുത്തിപ്പൊക്കി. ഇയാളെ കുളിച്ച് കഴിഞ്ഞപ്പോഴത്തേട്ട് ഒരുത്ത കിടന്ന് പോത്ത് പോലെ കിടന്നത്. അവരെ കുത്തിപ്പൊക്കി, ഇവരെ കുത്തിപ്പൊക്കി. ഞങ്ങള് എത്ര മണിക്ക്? 8 മണിക്ക് ശരിക്കും പറഞ്ഞാൽ ചതുരക്കപ്പാലം ഇറങ്ങി പോന്ന 3:45 സമയം. ശരിക്കും തമിഴ്നാട്ടിലെ ഫാം ലാൻഡിൽ തൊട്ടിട്ടില്ല. ഇനിയുണ്ട് ഒരു 100 മീറ്റർ താഴെ. പക്ഷെ മഴ നല്ല അടിപൊളിയായിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു കേരളത്തിൽ നല്ല മഴയായിരിക്കും. വീട്ടിലേക്ക് ഒന്ന് വിളിച്ചു ചോദിക്കാനും പറ്റില്ല. അപ്പോൾ അതായത് താഴേക്ക് നോക്കിയാൽ കാണാം കൃഷിഭൂമി, ഗ്രീൻ പീസും ഓക്രയും എല്ലാ സാധനവും ഉണ്ട്. ശരിക്കും നമ്മളവിടെ പച്ചക്കറി കഴിക്കുന്നത് തന്നെ ഇവരെ പോലെ ഉള്ളവരുള്ളതുകൊണ്ട് ആശ്രയിച്ചോണ്ടാ. പക്ഷെ എന്നിട്ട് വേറെ കാര്യമുണ്ട്, ഇവര് മസാല ചായ താഴെ കുടിക്കുന്ന നല്ല അടിപൊളി മഴ. നല്ല കിടക്കാച്ചി ട്രിപ്പ്. തീരുവാ, തമിഴ്നാട്ടിലെത്തി. പൊളിച്ച് ഒരു ദിവസം പൊളിച്ചടിക്കെന്ന് പറഞ്ഞാൽ പൊളിച്ചടിക്ക്. മിക്കവാറും ഇപ്പൊ നമുക്ക് ടെട്ടിന്റെ പണി കിട്ടാൻ ചാൻസ് ഉണ്ട്. കനാലിൽ നല്ലപോലെ വെള്ളം കയറിക്കണം. ഇത്ര മഴ പെയ്തില്ലേ? കനാലിൽ നിന്ന് കുടിക്കുകയൊക്കെ ചെയ്യാം. പക്ഷെ കനാലിൽ നല്ല മഴ. Finally someone. You're proving something against the medical ethics. No, I'm being natural. ഒരു കാര്യം ഉറപ്പാണ്, നമ്മൾ ഒരു ബസ്സിലും കയറ്റി എന്റെ വണ്ടിക്കൂലി പോലും ഇല്ല കേട്ടോ. ഒരു എല്ലും കഷ്ണം കിട്ടിയിട്ടുണ്ട്. താൻ്റെ പറഞ്ഞ പോലെ കരടി പിടിച്ചു വന്ന മനുഷ്യന്റെ എല്ലാണോന്നൊരു സംശയമുണ്ട്. താണ്ടോ എനിക്കൊരു എൻ്റെ കൂടുതലാണ് വീട്ടുകാർ എപ്പോഴും പറയാം. അത് സാധ്യത. അതാണോ താഴ്ത്തു പോയതാണോ? എല്ലും കഷ്ണം പട്ടി കൊടുത്തത്. അങ്ങ് താഴ്ത്തി. തമിഴ്നാട്. But not this rain, this part of Tamil Nadu. നമ്മൾ തമിഴ്നാട്ടിൽ താഴ്ത്തെത്തിയിരിക്കുന്നു. ഇനി ഊന്നോടി കളയാം. ഇനി നടപ്പാണ് അങ്ങോട്ടേക്ക്, തേവാരത്തേക്ക്. ഈ കനാലിൻ്റെ കൂടെ സൈഡിൽ കൂടെ അങ്ങോട്ട് നടന്നാൽ തേവാരത്തെത്തുക. തേവാരത്ത് നിന്ന് ബസ് പിടിക്കുക. പൂപ്പാറ ചെന്നാൽ പൂപ്പാറയിൽ അഭി ഉണ്ടാവും. നമ്മൾ കയറി വന്ന ജീപ്പില്ലേ, നമ്മുടെ സാൻഡോയുടെ ഡസ്റ്ററുമായിട്ട് അഭി പൂപ്പാറയിലുണ്ടാവും. തമിഴ്നാട്ടിൽ ഇവിടെ ഇറങ്ങി നിന്നിട്ട് തിരിച്ച് കേരളത്തിലോട്ട് നോക്കുമ്പോൾ ഒരു വ്യൂ ഉണ്ടല്ലോ, മലനിരകൾ അങ്ങനെ മഞ്ഞണിഞ്ഞ് കിടക്കുന്നത്. എന്നാ രസമാണെന്നറിയോ? ഇതൊക്കെ കാണാൻ ഇനി ഈ വഴി ഇറങ്ങി വന്നില്ലെങ്കിലും തമിഴ്നാട് ബോഡി വഴി ഇറങ്ങി നേരെ തേവാരം വന്ന് ഇവിടുന്ന് തിരിച്ച് അങ്ങോട്ട് നോക്കി വന്നാൽ എത്ര മനോഹരമാണ് നമ്മുടെ നാടെന്ന് നമുക്ക് മനസ്സിലാവും. മഞ്ഞ് മൂടി കിടക്കുക മലനിരകളൊക്കെ. തമിഴ്നാട്ടിൽ എത്തിയപ്പോൾ തമിഴ്നാട്ടിലെ മരങ്ങൾ കാണാൻ തുടങ്ങി. ഈ വഴിക്ക് ഒരു 4 കിലോമീറ്റർ നടന്നാൽ നമ്മൾ തേവാരത്തെത്തും. തേവാരത്ത് നിന്ന് ബസ് പിടിക്കുക. ബസ്സേ കയറ്റുമോ എന്നുള്ള കാര്യം കണ്ടറിയണം. തമിഴ്നാട്ടിലെ ഇതിനൊരു ശരിക്കും നമ്മുടെ തമിഴ്നാട്ടിലെ ഫാമേഴ്സ് MBA പഠിച്ചവരാണെന്ന് എനിക്ക് തോന്നണേ. മാക്സിമം യൂസ് ഓഫ് മിനിമം റിസോഴ്സസ്, ആൻഡ് ദാറ്റ്സ് ദ ബെസ്റ്റ് എക്സാമ്പിൾ. ലുക്ക് ഓൺ ദ ഗ്രൗണ്ട്. വീൽ ട്രാക്ക് വിട്ടിട്ട് ബാക്കി മൊത്തം കടല തട്ടേക്കുവാ. ഇവരെ എന്താ ചെയ്യണ്ടേ അല്ലേ? തമിഴ്നാട്ടിലെ പ്ലാന്റിങ് നോക്കിയാൽ കാണാം. വീൽ ട്രാക്ക് മാത്രം ഒഴിവാക്കിയിട്ട് 2 വണ്ടിയുടെ വീല് പോകും. ഫൈനലി തേവാരം ടൗണിലെത്തിയിട്ടുണ്ട്. ഇവിടുന്ന് ഇനി ബോഡിക്ക് വണ്ടി പിടിക്കുക, പോവുക നേരെ പൂപ്പാറ. എന്തെങ്കിലും കഴിക്കണം, ബസ്സിട്ട് ഒരു രക്ഷയില്ല, വയറ് കഴിഞ്ഞിരിക്കും. പശിക്കരുതേ. 1 മണിക്കൂറത്തെ നടത്തത്തിന് ശേഷം നമ്മൾ തേവാരം ടൗണിലെത്തി. ഇവിടുന്ന് കുറച്ച് വെള്ളമോ ഭക്ഷണമോ കയ്യിൽ എന്ത് കിട്ടിയാലും വാങ്ങി കഴിച്ചിട്ട് പോകാൻ റെഡിയാണ്. പട്ട് സോഡയൊക്കെ നാട്ടിൽ കണ്ടിട്ട് കാലം കുറേ ആയിട്ടുണ്ട്. തമിഴ്നാട്ടിൽ ഇപ്പോഴും ഇതുണ്ട്. അങ്ങനെ പൊട്ടത്തില്ല. നാട്ടിലെ സോഡയല്ല. മത്തിയാടി പോയി അതിൻ്റെ അകത്ത്. ആടിയൊരു വഴി അറിയാം. എത്ര അടുത്ത് 40. ആട് വേണമാ? ഇവിടെ ഹോട്ടലിൽ നിന്ന് കഴിക്കുന്ന ശീലമുള്ള ആൾക്കാരുള്ളതായിട്ട് തോന്നുന്നു. ഹോട്ടലൊന്നും കാണില്ല.
സൗണ്ട്, അതുകൊണ്ട് നമുക്ക് അടുത്ത വണ്ടി കേൾക്കാം. എനിക്ക് വിൻഡോ സീറ്റ്. ഇതെന്താ വിമാനം? പ്രായത്തിൽ നിന്നെ കണ്ടപ്പോൾ മാമ്പഴമാകട്ടെ എന്റെ പൊന്നാരെ മാമ്പഴമാകട്ടെ മാമ്പഴമാകട്ടെ എന്റെ പൊന്നാരെ മാമ്പഴമാകട്ടെ പ്രായത്തിൽ നിങ്ങൾ കണ്ടപ്പോൾ മാമ്പഴമാകട്ടെ പൊന്നാരെ മാമ്പഴമാകട്ടെ മഞ്ഞ ചുരിദാറ് ആരുടെ കാശാനടി എന്റെ പൊന്നാരെ ആരുടെ മഞ്ഞ ചുരിദാറ് ആരുടെ കാശാനടി എന്റെ പൊന്നാരെ ആരുടെ കാശാനടി പോകുമ്പോൾ പല ബോധം കാണുമ്പോൾ എന്നെയും ഓർത്തിടണേ എന്റെ പിന്നാരെ എന്നെയും ഓർത്തിടണേ. ഓക്കെ, ഞങ്ങളുടെ ഈ ആഴ്ചത്തെ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഈ ഏരിയ വരാൻ പറ്റുമോ എന്ന് നിങ്ങൾ എന്നോട് ചോദിച്ചാൽ ഞങ്ങൾ പറയും. ശരിക്കും പറഞ്ഞാൽ ഒരു ഹാർഡ് ട്രക്കാണ്. ശരിക്കും ഒരു പ്രോപ്പർ വേ ഇല്ല. ചില സമയത്തൊക്കെ കമ്പും കോലൊക്കെ വെട്ടി തെളിച്ചിട്ട് വേണം നമുക്ക് ഇറങ്ങി വരാൻ. അതുകൊണ്ട് എല്ലാവർക്കും പ്രാക്ടിക്കൽ ആണോ എന്നറിയില്ല. പക്ഷേ നിങ്ങൾക്കും ബസ് കയറി തേവാരത്ത് വരിക, അല്ല ഡ്രൈവ് തേവാരത്ത് വന്നിട്ട് ഈ ബോട്ടം ഓഫ് ദി ഹിൽ നമുക്ക് വ്യൂ ചെയ്യാൻ പറ്റുന്നൊരു സ്ഥലമാണ്. എപ്പോഴും മഞ്ഞ് മൂടി കിടക്കുന്ന ഒരു ഏരിയ ആണിത്. ശരിക്കും കേരളത്തിൻ്റെ അതേ കാലാവസ്ഥയാണ് ഇവിടെ. അത്രയ്ക്ക് മഴയില്ലെങ്കിൽ തന്നെ നമുക്ക് കേരളത്തിൽ നല്ലപോലെ മഴ പെയ്യുമ്പം ഏകദേശം 20 to 30% റെയിൻ ഇവിടെയും കിട്ടും. അതുകൊണ്ട് വെരി ഫെർട്ടൈൽ ലാൻഡാണ്. ഒരുപാട് പച്ചക്കറി തോട്ടങ്ങളും കാര്യങ്ങളൊക്കെ ഇവിടെയുണ്ട്. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക, കമൻ്റ് അടിക്കുക. അപ്പോൾ നമുക്ക് അടുത്ത പ്രാവശ്യം സന്ധിക്കും വരെ വണക്കം.